നമസ്കാരം. രാജ്യത്ത് ഇനി മുതൽ എല്ലാ സർക്കാർ പരിപാടികളിലും ദേശീയ ഗാനത്തിന് മുന്നേ വന്ദേ മാതരം ആലപിക്കണം എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം. വന്ദേ മാതരത്തിനെ ബഹുമാനിക്കണം, വന്ദേ മാതരം ആലപിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം എന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പത്മ അവാർഡുകൾ പോലെയുള്ള സിവിലിയൻ അവാർഡ് ദാന ചടങ്ങുകളിലും രാഷ്ട്രപതി പങ്കെടുക്കുന്ന മറ്റെല്ലാ പരിപാടികളിലും ദേശീയ ഗീതം ആദ്യവും ദേശീയ ഗാനം രണ്ടാമതുമായാണ് ആലപിക്കേണ്ടത്. സിനിമാ ഹാളുകൾ പോലുള്ള പൊതു ഇടങ്ങളിലും ഇത് ആലപിക്കും. 6 ചരണങ്ങളുള്ള വന്ദേ മാതരത്തിൻ്റെ പ്രത്യേക പതിപ്പാണ് ഇതിനായി നിശ്ചയിച്ചിരിക്കുന്നത്. 3 മിനിറ്റ് 10 സെക്കൻഡാണ് ഇതിൻ്റെ ദൈർഘ്യം എന്നാണ് പുതിയ നിർദ്ദേശം. 1937 കോൺഗ്രസ് നീക്കം ചെയ്ത 4 സ്റ്റാൻസകളും ഉൾപ്പെടെയാണ് വന്ദേ മാതരം പൂർണ്ണമായിട്ടും ആലപിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഔദ്യോഗിക ചടങ്ങുകളിലെ പ്രോട്ടോക്കോളിൻ്റെ കൃത്യത വരുത്താനാണ് സർക്കാർ ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അംഗീകൃതമായ പതിപ്പിനെക്കുറിച്ചും അതിൻ്റെ വിശദമായ മാർഗനിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് രേഖകൾ അധികാരികൾക്ക് ഇതിനോടകം തന്നെ കൈമാറിക്കഴിഞ്ഞു. കാലങ്ങളായി വന്ദേ മാതരം അവഗണിക്കപ്പെട്ടു കിടക്കുകയായിരുന്നു. ദേശീയ ഗീതം എന്ന രീതിയിൽ ഒരു ബഹുമാനവും വന്ദേ മാതരത്തിന് ലഭിച്ചിരുന്നില്ല. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിലേക്ക് ഏറ്റവും അധികം യുവാക്കൾ എടുത്തു ചാടിയത് വന്ദേ മാതരത്തിൻ്റെ ശക്തിയിലൂടെയായിരുന്നു. എന്നിട്ടും എന്താണ് വന്ദേ മാതരം ഈ രീതിയിൽ അവഗണിക്കപ്പെട്ടത്? രാജ്യത്തിൻ്റെ സാംസ്കാരികതയോട് ചേർന്ന് നിൽക്കുന്നു എന്ന ഒരു കാരണത്താൽ മാത്രം, ആ ഒരു അടിസ്ഥാനത്തിൽ മാത്രമാണ് വന്ദേ മാതരം മാറ്റി നിർത്തപ്പെട്ടത്. ഭാരതത്തിൻ്റെ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്ന 1905 ഗംഗയിൽ മുങ്ങിക്കൊണ്ടും രാഖി ബന്ധിച്ചുകൊണ്ടും വന്ദേ മാതരം ആലപിച്ചുകൊണ്ടുമാണ് 1905 സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും സുവർണമായ മുഹൂർത്തം അതുമുതലാണ് ആരംഭിക്കുന്നത്. അതിനു മുന്നേ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര നേതാക്കൾ തന്നെ ബ്രിട്ടീഷുകാർ ഇവിടെ നിലനിൽക്കണം കുറച്ചു കാലം കൂടി എന്നാഗ്രഹിച്ചിരുന്നവരായിരുന്നു. എന്നാൽ പൂർണ്ണമായും രാഷ്ട്രബോധം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് 1905 ശേഷമാണ്. വന്ദേ മാതരത്തിന് ശേഷമുണ്ടായ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരമായിരുന്നു യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം എന്ന് തന്നെ പറയേണ്ടി വരും. ഈ രാജ്യത്തിൻ്റെ സ്വത്വത്തെയും സാംസ്കാരികതയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമരം അതിനുശേഷമാണ് ഉണ്ടായത്. ജിന്നയുടെ ഇസ്ലാമിനെയും അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു 1937 കോൺഗ്രസ് വന്ദേ മാതരത്തെ ദേശീയ സദസ്സുകളിൽ നിന്നും മാറ്റി നിർത്തിയത്. ഇപ്പോൾ വന്ദേ മാതരം അതിൻ്റെ ഏറ്റവും നല്ല ബഹുമാനത്തോടുകൂടി ഏറ്റവും അധികം ആദരവോടുകൂടി തിരിച്ചു വരുമ്പോൾ ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് കൊടുക്കുന്ന അംഗീകാരം കൂടിയാണ് അത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.